Clean-up operations continue across Kerala's coastal districts. This after lakhs of plastic pellets or nurdles have washed ashore and are strewn across beaches following the Liberian shipwreck. Volunteers and corporation staff have received safety training and supervisors are ensuring that no one undertakes dangerous tasks. For now, the pellets are being collected in bags and kept away from the water. Workers are yet to receive instructions on the pellets disposal. ഇന്നിപ്പോൾ രാവിലെ തൊട്ടൊരു പ്രത്യേക ക്ലീനിങ് ഡ്രൈവ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നഗരസഭയുടെ 95 ജീവനക്കാർ, സൂപ്പർവൈസർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 95 ജീവനക്കാരും സിവിൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സിവിൽ ഡിഫൻസ് അവരൊരു 30 പേരും ചേർന്നിട്ടാണ് ഈ ക്ലീനിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഈ പെല്ലറ്റുകൾ ശേഖരിച്ച് ചാക്കുകളിലാക്കി ഈ തീരത്ത് തിരയടിക്കാത്ത ഭാഗങ്ങളിലേക്ക് മാറ്റി വയ്ക്കാനാണ് ഉള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സൗത്ത് തുമ്പ തീരം ഒന്നാകെ തന്നെ ഇന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വീണ്ടും തിര വരുമ്പോൾ ഇത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാലും അവിടെ പൂർണ്ണ തോതിൽ വൃത്തിയായി വരുന്നില്ല. വർക്കല മുതൽ വിഴിഞ്ഞ വരെ നമ്മുടെ ഏരിയ തന്നെ നമുക്ക് 14 വാർഡുകളാണ് തീരദേശ വാർഡുകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വരുന്നത്. ഈ 14 വാർഡുകളിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ശംഖുമുഖത്ത് നടക്കുന്നുണ്ട്, വിഴിഞ്ഞത്ത്, ഇങ്ങനെ നമ്മുടെ ഏരിയയിൽ മൊത്തം പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് 1, 2, 3 ദിവസം കൊണ്ടൊന്നും തീരാൻ സാധ്യതയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തുടർച്ചയായിട്ടുള്ള ഈ കടൽക്ഷോഭം കാരണം വീണ്ടും ധാരാളമായിട്ട് ഇത് തീരത്തോട്ട് വന്ന് അടിയുന്നു എന്നുള്ളതാണ്. അവരൊന്നും പറഞ്ഞില്ല. ഇത് കൊണ്ടുപോയി ഇത് ഗ്രാനുലർ പെല്ലറ്റ് ടൈപ്പിലുള്ള ഇതാണ്, പ്ലാസ്റ്റിക്കിന്റെ കളക്ട് ചെയ്ത് ഇവിടെ വയ്ക്കും. അവർ ബാക്കി റവന്യൂ ഓപ്പാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് കൊണ്ട് കുറച്ച് ഭാഗം പള്ളിത്തുറയുണ്ട്, പിന്നെ ഇങ്ങോട്ടും വേളി ഭാഗത്തും ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇപ്പം നമ്മുടെ വലിയൊരു ടീമിനുണ്ടായിരുന്നു, നമ്മുടെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു, കടകംപള്ളി സോണെന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഹരിതകർമ്മസേന നമ്മുടെ 4 വാർഡിലുണ്ട്, 4 വാർഡിൽ ഹരിതകർമ്മസേന ഉണ്ടായിരുന്നു. അതേപോലെ കടകംപള്ളി സോണിൽ നിന്ന് വന്ന് ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ ചേർന്ന് വലിയൊരു പ്രവർത്തനമുണ്ട്. ഇനി അപ്പോൾ ഏകദേശം ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇനി മിക്കവാറും നാളെയും ചിലപ്പോൾ കാണാൻ സാധ്യത. കാര്യം ഒരുപാട് തീരത്ത് നിന്ന് വീണ്ടും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ട് അതിനകത്ത് അത് ഉണ്ടായിരുന്നു. ഹരിതകർമ്മയിൽ 27 പേര് വന്നായിരുന്നു, കടകംപള്ളിയിൽ നിന്ന് 27 പേര് വന്നായിരുന്നു. രാവിലെ തുടങ്ങിയ 8 മണി തൊട്ട് തുടങ്ങിയതാണ്. ഇല്ല, ഈ തിരയടിച്ച് വരുന്ന സാധനമാണ് നമ്മളത് കളക്ട് ചെയ്തത്. ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് ചാക്കിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. The cargo, including the pellets, is washing ashore in Ernakulam, Alappuzha, Kollam and Thiruvananthapuram districts. There are increasing worries about the ecological impact of this pollution. If you look into the higher level organisms, marine organisms, anyway, knowingly they are not going to consume this microplastics because we know that microplastics are actually very minute and it's not visible with naked eye. So we need microscopic techniques to observe this microplastic. So unknowingly, there are a lot of chances that this microplastic pellets can enter into the marine animals. So that will have long-term implications as far as the health of the organism is concerned. And our immediate concern is about the fishery resources of the Kerala coast, especially near to this Kollam and this Kochuveli area, where we have reported this incident. So there actually what we can do is that we have to immediately clean up, or we have to remove all these plastic pellets. And actually it is good that we noticed it along the shore. So that means using different cleaning techniques manually itself we can almost remove all those plastic materials which are now there embedded in that sand in that particular area. ആവാസവ്യവസ്ഥയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കണം അങ്ങനെയൊക്കെ പറയുമ്പോഴും കടലിലും കരയിലും തീരപ്രദേശം മുഴുവൻ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്, ഈ അസംസ്കൃത വസ്തു ഇങ്ങനെ ഇത് കിടക്കുന്ന വലിയ അപകടകരമാണ്. സർക്കാർ എത്രയും വേഗം തന്നെ എന്ത് മെഷീനറി ഉപയോഗിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഇവിടെ ഈ തുമ്പ ബീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബീച്ചാണ്. ഒത്തിരി ആളുകൾ, ടൂറിസ്റ്റുകൾ വിശ്രമിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ മാലിന്യം ഇതിങ്ങനെ കിടക്കുന്നത് പ്ലാസ്റ്റിക് മാത്രമല്ല, ഈ കണ്ടെയ്നേഴ്സ് നിന്ന് പൊട്ടിയിട്ടുള്ള തെർമോക്കോളിന്റെ പീസസ്, തകരത്തിന്റെ പീസസ്, അത് ഒത്തിരി വാസ്റ്റായിട്ട് കിടക്കുകയാണ്. The Kerala government has meanwhile declared the wreckage of a cargo ship flying the Liberian flag off the state's coast a state-specific disaster. The vessel, MSC Elsa 3, carrying more than 643 containers, including hazardous cargo,
sank about 14.6 nautical miles from the coast near Tottapalli in Alappuzha district on May 25th, raising environmental concerns, including the potential for oil spills and drifting debris.